നമസ്കാരം. ഇന്ന് ഗുരുപൂർണിമ. ഹിന്ദുക്കളും ബുദ്ധമതാനുയായികളും അനുഷ്ഠിച്ചു വരുന്ന ആചാര്യവന്ദനമാണ് ഗുരുപൂർണിമ. ഗു രു എന്നീ രണ്ടക്ഷരങ്ങളിൽ നിന്ന് ഗുരു എന്ന പദം. സംസ്കൃതത്തിൽ ഗു എന്നാൽ അന്ധകാരമെന്നും രു എന്നാൽ ഇല്ലാതാക്കുന്നവൻ എന്നുമാണ് അർത്ഥം. അതായത് നമ്മുടെ മനസ്സിൻ്റെ അന്ധകാരത്തെ നിർമാർജനം ചെയ്യുന്നവനാരോ അവനാണ് ഗുരു. ജീവിതത്തിൽ ഗുരുക്കന്മാരുടെ ആവശ്യകത വളരെ വലുതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗുരുപൂർണിമ ദിനത്തിൽ ശിഷ്യർ ഗുരുപൂജ നടത്തുന്നു. ഈ ദിവസം സാധാരണ ശകവർഷത്തിലെ ആഷാഢമാസത്തിലെ പൗർണമി ദിനത്തിലാണ് വരിക. ഉത്തർപ്രദേശിലെ സാരനാഥിൽ വെച്ച് ശ്രീബുദ്ധൻ തൻ്റെ ആദ്യ ഉപദേശം നൽകിയതിൻ്റെ ഓർമ്മയ്ക്കാണ് ബുദ്ധമതാനുയായികൾ ഈ ദിവസം ആഘോഷിക്കുന്നത്. എന്നാൽ ഹിന്ദുക്കൾ പുരാതന ഹിന്ദു കാലഘട്ടത്തിലെ പ്രധാന ഗുരുക്കന്മാരിൽ ഒരാളായ വ്യാസ മഹർഷിയെ അനുസ്മരിച്ചാണ് ഈ ദിവസം കൊണ്ടാടുന്നത്. അതുകൊണ്ട് ഈ ദിവസം വ്യാസപൂർണിമ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടൊപ്പം ഈ ദിവസമാണ് ബ്രഹ്മസൂത്രം എഴുതി തീർത്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊള്ളയും കൊലയും നടത്തി വൻ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചവരാണ് ഞങ്ങളുടെ പൂർവികരെന്ന് പറയുന്നതിൽ പാശ്ചാത്യ ജനത ഇനി ആരൊക്കെ തന്നെ അഭിമാനം കൊള്ളുമ്പോഴും വനാന്തരങ്ങളിൽ എവിടെയോ ഉള്ള മരത്തിൻ്റെ ചുവട്ടിൽ അർദ്ധനിമീലിത നേത്രങ്ങളോടെ മരവുരി ധരിച്ച് തപസ് ചെയ്തിരുന്ന സന്യാസിമാരാണ് ഞങ്ങളുടെ പൂർവികരെന്ന് അഭിമാനത്തോടെ ഉദ്ഘോഷിക്കുന്നവരാണല്ലേ ഭാരതീയ ജനത. മനുഷ്യ സംസ്കാരത്തിൻ്റെ പുരോഗതിക്ക് ഉത്തമ സൂക്തങ്ങൾ ഓതി തന്നവരെയെല്ലാം ഗുരുനാഥന്മാരായി കണ്ട പാരമ്പര്യമാണ് നമുക്കുള്ളത്. വനാന്തരങ്ങളിലും ഗുഹകളിലും തപസ്ഥാനങ്ങളിലും നദീതീരത്തും മൺതിട്ടകളിലും എന്നു വേണ്ട ഏകാന്തമായി ഇരിക്കാൻ സാധിക്കുന്നിടത്തൊക്കെ ഇരുന്ന് നടന്ന സംഭവങ്ങളെയും നടക്കാൻ പോകുന്ന കാര്യങ്ങളെയും കുറിച്ച് സ്വന്തം മനീഷ ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ച്, സിദ്ധി ഉപയോഗിച്ച് പഠിച്ച് പ്രകൃതിയുടെ പ്രപഞ്ച രഹസ്യങ്ങളെ കണ്ടെത്തി തലമുറകൾക്ക് പകർന്നു നൽകിയവരാണ് നമ്മുടെ ഗുരുനാഥന്മാർ. സർവവിദ്യ പാരംഗതനായിരുന്നു ഗുരു. വനാന്തരങ്ങളിലെ പർണശാലകളായിരുന്നു ഗുരുക്കന്മാരുടെ ആസ്ഥാനം. ശിഷ്യർക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കാൻ ഗുരു പ്രാപ്തനായിരുന്നു. ഒരു അണുവിൽ നിന്നാണ് ഈ ലോകമുണ്ടായതെന്ന് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് മനസ്സിലാകാതിരുന്ന ശിഷ്യനെ ഒരു പേരാലിൻ കായ് എടുത്ത് മുറിച്ച് അതിലുള്ള ചെറിയ കുരു കാണിച്ചു കൊടുത്ത് ഈ ചെറിയ കുരുവിൽ നിന്നാണ് ആകാശം മുട്ടെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന പേരാലുണ്ടായത് എന്ന് ഗുരു ശിഷ്യനെ വിശദീകരിച്ചപ്പോൾ ഒരു അണുവിൽ നിന്ന് എങ്ങനെ ലോകം ഉണ്ടായി എന്ന സംശയം അവിടെ ദൂരീകരിക്കപ്പെടുകയാണ്. സൂര്യനെ തിരിച്ചറിയാൻ വിളക്ക് തെളിയിച്ച് നോക്കേണ്ട കാര്യമില്ല. സൂര്യൻ പ്രകാശം ചൊരിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതുപോലെ തന്നെ ജ്ഞാനികളെ, പ്രകാശം പരത്തുന്ന ഗുരുവിനെ തിരിച്ചറിയാൻ മറ്റ് ഉപാധികൾ ആവശ്യമില്ല. മഹാസാമ്രാജ്യങ്ങൾ ഇവിടെ നിലനിന്നിരുന്നത് ഗുരുക്കന്മാരുടെ യുക്തിപൂർവവും ബുദ്ധിപൂർവവുമായ ഉപദേശങ്ങൾ കൊണ്ടായിരുന്നു. ദേവന്മാർക്കും അസുരന്മാർക്കും വിവിധ രാജാക്കന്മാർക്കും ഗുരുനാഥന്മാരുണ്ടായിരുന്നു. ദേവഗുരുവായി ബൃഹസ്പതിയും അസുരഗുരുവായി ശുക്രാചാര്യരെയും കണക്കാക്കിയിരുന്നു. അയോധ്യയുടെ കുലഗുരു വസിഷ്ഠനായിരുന്നു. മിഥിലയുടെ ഗുരുസ്ഥാനീയർ യാജ്ഞവൽക്യനായിരുന്നു. വനാന്തരങ്ങളിലെ പർണശാലകളിൽ സർവവും ത്യജിച്ച് ലോക നന്മയ്ക്കു വേണ്ടി ജീവിച്ചവരാണ് ഗുരുനാഥന്മാർ. കാലമെത്താതെ ഒരു ഇല പോലും അടർന്നു വീഴരുത് എന്ന് പ്രാർത്ഥിക്കുന്ന, ലോക നന്മയ്ക്കു വേണ്ടി ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഗുരുനാഥന്മാർ. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഇത് ഗുരുമന്ത്രം. അർത്ഥം: ബ്രഹ്മത്തിൻ്റെ ആനന്ദവും പരമാനന്ദത്തിൻ്റെ ദാതാവും പരമജ്ഞാനദാതാവും വൈപരീതങ്ങളെ മറികടക്കുന്നതും ആകാശം പോലെ വിശാലവും നീ അതാണ് തുടങ്ങിയ മഹത്തായ വാക്യങ്ങളാൽ സൂചിപ്പിക്കുന്ന ലക്ഷ്യവും ശാശ്വതവും ശുദ്ധവും മാറ്റമില്ലാത്തതും ബുദ്ധിയുടെ പ്രവർത്തനങ്ങളുടെ സാക്ഷിയും
എല്ലാ ഭാവങ്ങൾക്കും മാനസിക അവസ്ഥകൾക്കും 3 ഗുണങ്ങൾക്കും സത്വ രജസ് തമസ് അങ്ങനെയുള്ള 3 ഗുണങ്ങൾക്കും അതീതനുമായ ആ ഗുരുവിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ പ്രണമിക്കുന്നു. ആ പുണ്യ ഗുരുവിനെ നമസ്കാരം. എല്ലാ അറിവുകളുടെയും സ്രോതസ്സായ ശ്രീകൃഷ്ണ ഭഗവാൻ, ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ മഹാഗുരുവായ ശ്രീകൃഷ്ണ ഭഗവാൻ, ഭഗവത്ഗീത അർജുനനെ ലോകർക്ക് ഉപദേശിച്ചു കൊടുത്ത ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് പഠിക്കാനായിരിക്കും സന്ദീപനി മഹർഷിയെ ഗുരുവായി സ്വീകരിച്ച് ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തത്? അതിത്രയേ ഉള്ളൂ. സാധാരണക്കാരായ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് ഗുരു. ഓരോരുത്തരും ഒരു ഗുരുവിനെ സ്വീകരിക്കേണ്ടതിൻ്റെ, ഒരു ഗുരുവിനെ ബഹുമാനിക്കേണ്ടതിൻ്റെ, ഒരു ഗുരുവിനെ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യം വളരെ നിസ്സാരമായി, വളരെ സരളമായി പറഞ്ഞു തന്നതാണ്. എല്ലാവർക്കും ഗുരുപൂർണിമ ആശംസകൾ. ആ പരമപുരുഷനായ കൃഷ്ണൻ്റെ അഭയം എല്ലാവരിലും അനുഗ്രഹമായി ഉണ്ടാവട്ടെ. നന്ദി.